കുപ്പിക്കൈയിലെ കോപ്പ കഞ്ഞിപ്പിഞ്ഞാണം പ്ലാസ്റ്റിക് പാത്രം തൂത്തുക്കുടി തങ്ക ഞാൻ ചേലക്കാരി തങ്ക ഞാൻ ഞാനിലെ പാത്രം വികും കൂട്ടുകാരി തങ്ക ഞാൻ ഒരു വന്ന് തൂത്തുക്കുടി വീട് എന്റെ കഞ്ചിക്കോട് കണവൻ കാളിമുത്തു പൊന്നമോള പുത്തുലക്ഷ്മി ചെറിയൊരു വീട് വാതിലും ജനലുമെല്ലാം ഭദ്രമായി അടച്ചൊരു വീട് കൂടി വിളിച്ചിട്ടും ആരുമെ വന്നതില്ല കച്ചവടമൊന്നും നടന്നിട്ടില്ല എൻ വീട്ടിൽ പൊന്നുമോൾക്ക് വിശന്നു കാണും ഒരു വേള വാതിൽ പാതി തുറന്ന് ചോദിച്ചിരുന്ന പോലൊരു സ്ത്രീ വന്നു ലോകത്തോടെല്ലാം വെറുപ്പാണ് ഭാവത്തിൽ എന്തിനു നീ ഇവിടെ കാറിയിടുന്നു ഇറങ്ങിപ്പോടി ഇവിടെ പാത്രമൊന്നും വേണ്ട എൻ വയറു എരിഞ്ഞു കാളിയിടുന്നു കൊഞ്ചം കഞ്ഞിവെള്ളം തന്നിടുന്നു വെള്ളം ധാരാളം കിണറ്റിലുണ്ട് വേണമെങ്കിൽ കോരി കുടിക്കൂ പെണ്ണെ കിണറ്റിൻ കരയിൽ പോകും നേരം ജാലകവാതിലൂടെ കണ്ടു അരുമയിൽ കുഞ്ഞു കരഞ്ഞിരുന്നത് കൈകാലുകൾ ബന്ധിച്ചിട്ടുണ്ട് പൊള്ളിച്ച മുറിപ്പാടുകൾ ആ കാഴ്ച കണ്ട് എന്നിലെ അമ്മ കരിപൂണ്ടു ആ സ്ത്രീയോട് ചോദ്യമായി ഇത്രയ്ക്ക് ദണ്ണമുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി നോക്കടി അരവയർ നിറയ്ക്കാനേ ഗതിയുള്ളൂ എങ്കിലും കുഞ്ഞുങ്ങൾ ദൈവത്തിൻ സന്തതികൾ വാരിയെടുത്തു ഞാൻ ആ കുഞ്ഞിനെ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദേഹം മുഴുവൻ കുറിപ്പാടുകൾ വയറുത്തി എല്ലുകളുന്തി കാലുകൾ വീരാൻ വീർത്തിരിപ്പൂ ചങ്ങലപ്പാടുകൾ നേരി നേരി അഴുത്തിരിച്ചു നിങ്ങളൊക്കെ മനുഷ്യരാണോ തലപ്പാൽ പൊതിഞ്ഞു കുഞ്ഞിനെ ഗർഭാശുപത്രിയിൽ കൊണ്ടുപോകെ സദാചാര പോലീസ് എന്നൊരു കൂട്ടർ എന്നെ തടഞ്ഞു നിർത്തി കുഞ്ഞിനെ കട്ടവളെന്ന് ചൊല്ലി കരണത്താനടിച്ചു കരഞ്ഞു പറഞ്ഞു നടന്നതെല്ലാം കുഞ്ഞിനെ കണ്ടവർ ഭക്തരായി അറിവ് മുഴുവൻ ചുറ്റി വളഞ്ഞവർ വെച്ചു അധന്തതിമാരെ രണ്ടാനമ്മയാണ് പോലും അവൾ അന്യമുതക്കാരിയാണ് ഏതോ കപട സന്യാസി പറഞ്ഞുവത്രേ കുഞ്ഞ് മാതാപിതാക്കൾ തൻ കാലമെന്ന് കുഞ്ഞിനെ ഇഞ്ചിന്റെ കൊണ്ടിടുവാൻ അവരിരുവരും ശ്രമിച്ചിരുന്നു ദൈവത്തിൻ മുഖമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെ സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടോ പിഞ്ചിളം മേനിയോടാടി ക്രൂരത അവിടുന്നു കണ്ടില്ലേ ദൈവങ്ങളെ പെറ്റമ്മയാകിലും പോറ്റമ്മയമാനും മനസ്സിൽ മാതൃത്വം ഉണ്ടാകേണം അമ്മ മനസ്സിനാകുമോ ഒരു കുഞ്ഞിനെ നോവിക്കുവാൻ ഒരമ്മ മനസ്സിനാകുമോ ഒരു പിഞ്ചു കുഞ്ഞിനെ നോവിക്കുവാൻ ഒരു പിഞ്ചു കുഞ്ഞിനെ നോവിക്കുവാൻ